കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു പോകും. എത്രയെത്ര കാലം സ്വാതന്ത്ര്യാനന്തരം 1948-51 കാലത്ത് ആ വേട്ടയാടൽ അതിക്രൂരമായി നടന്നു. 1960കളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് ശേഷം CPIM രൂപീകരിച്ചപ്പോൾ എത്രയെത്ര നേതാക്കളെയാണ് വേട്ടയാടിയത്. ഈ ജില്ല CPIM-ന്റെ രൂപീകരണത്തിന് ശേഷം അനേകം വേട്ടയാടലുകളെ നേരിട്ട ജില്ലയാണ്. പാർട്ടിയുടെ രൂപീകരണ ഘട്ടത്തിൽ, പിളർപ്പിൻ്റെ ഘട്ടത്തിൽ സഖാവ് മാമക്കുട്ടിയേട്ടനും സഖാവ് ASN നമ്പീശൻ മാഷും സഖാവ് KP അരവിന്ദാക്ഷനും സഖാവ് പൗലോസ് മാഷും ഉൾപ്പെടെയുള്ള എത്രയോ നേതാക്കൾ, ആ നേതാക്കളെല്ലാം ചൈനീസ് ചാരന്മാരാണ് എന്ന കള്ളക്കേസിൽ കുടുക്കി അവരെ തടവറയിൽ അടച്ചു. അതിനെ നാം അതിജീവിച്ചു. എത്രയെത്ര നേതാക്കൾ, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്ത്, പാർട്ടിയുടെ പിളർപ്പിന് ശേഷം 1962-66 കാലത്ത്, അതിനുശേഷം 75-77 കാര്യമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നാം ഈ അടിച്ചമർത്തലുകളെ, ഭരണകൂട ഭീഷണികളെ ശക്തമായി ചെറുത്ത് തോൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ED ഒരു കേസെടുത്താൽ CPIM ഇല്ലാതായി പോവില്ല. ആ കേസിനെ നിയമപരവും രാഷ്ട്രീയവുമായിട്ട് നേരിടാനുള്ള ശക്തി CPIM-നുണ്ട്. നാം ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായ കോടതിയെ സമീപിക്കേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെയുള്ള എല്ലാ നീതിന്യായ സംവിധാനങ്ങളെയും നാം സമീപിക്കും. കാരണം നാം ഈ രാജ്യത്തെ പൗരന്മാരാണ്, ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ മാനിക്കുന്നവരാണ്. ആ നിയമവ്യവസ്ഥയെ മാനിക്കുന്നവരെ ഏറ്റവും തെറ്റായ നിലയിൽ മയക്കുമരുന്നും രാജ്യദ്രോഹവും നടത്താൻ കള്ളപ്പണം ഉപയോഗിക്കുന്നവർക്കെതിരായി ഉപയോഗിക്കാൻ വേണ്ടി പാർലമെൻറ്റ് പാസാക്കിയ PMLA ആക്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിയാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കള്ളക്കേസിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഈ രാജ്യത്തെ മാധ്യമങ്ങൾ അവർ നമുക്ക് വേണ്ടി ശബ്ദിക്കും എന്ന് നമ്മൾ കരുതുന്നില്ല. പക്ഷേ എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ടുകൾ അങ്ങനെയാണല്ലോ, സത്യമേവ ജയതേ, അല്ലേ? അങ്ങനെയാണ്. സത്യമേ ജയിക്കൂ, സത്യമേ ജയിക്കൂ എന്ന് തങ്ങളുടെ തലക്കുറിയായി എഴുതിയ മാധ്യമങ്ങൾ പോലും കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഈ വേട്ടയാടുകളുടെ പിന്നിലാണ് പോയത്. കരിവന്നൂർ കേസിൻ്റെ പേരിൽ കള്ളക്കേസുകൾ ചമച്ചപ്പോൾ അതിൽ ആഹ്ലാദഭരിതരായി ജാഥ നടത്തിയവർ ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്, DCC ആണ്. ഞാൻ അവരോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു, ഇന്ത്യ രാജ്യത്തെ ചെറിയ പാർട്ടിയായിട്ടുള്ള CPIM-നെ തകർക്കാൻ കേന്ദ്ര ഭരണകക്ഷി അവരുടെ അന്വേഷണ ഏജൻസിയെ ദുരുപയോഗിക്കുമ്പോൾ നിങ്ങൾ പ്രതിഷേധിച്ചില്ലെങ്കിലും ഒരക്ഷരം കൊണ്ട് പ്രതികരിക്കാമായിരുന്നു. ഇത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറയാമായിരുന്നു. അത് പറഞ്ഞില്ല. അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ജനാധിപത്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടു എന്നതുകൊണ്ട് ജനങ്ങളെല്ലാം എക്കാലത്തും അവർ തെരഞ്ഞെടുപ്പിലെടുത്ത അതേ നിലപാടിൽ നിൽക്കും എന്ന ഒരു തെറ്റായ വിശ്വാസവും ഞങ്ങൾക്കില്ല. അപ്പോൾ മനസ്സിലായല്ലോ, 2 മാസം കൊണ്ട് എന്ത് മാറ്റം ഉണ്ടാക്കി. പുതുയുഗം വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി സംസ്ഥാനം ഭരിക്കുമ്പോൾ 10 വർഷം ചിരിക്കാത്ത മുഖ്യമന്ത്രി ഭരിച്ചപ്പോൾ ഒരിക്കൽ പോലും പവർ കട്ട് ഉണ്ടായില്ലെങ്കിൽ വെളുക്കെ ചിരിക്കുന്ന മുഖ്യമന്ത്രി വന്നപ്പോൾ ഇതാ നമ്മുടെ തലയിൽ പവർ കട്ട്, അല്ലേ? ഫുട്ബോൾ മത്സരം കാണാൻ പറ്റുന്നില്ല ഫുട്ബോൾ പ്രേമികൾക്ക്. ഒരു വിദ്യുച്ഛക്തി മന്ത്രി ഉണ്ട്, അയാൾക്ക് എന്താണ് ഈ കാര്യം മനസ്സിലായിട്ടില്ല. എന്താണ് പുള്ളിക്ക്? എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നു. ഒരു മന്ത്രി 2 മാസം ആവാറായാലും ഫയൽ പഠിക്കണ്ടേ? അതാണ് വിദ്യുച്ഛക്തി മന്ത്രി. നമ്മുടെ ആരോഗ്യ മേഖല ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യ മേഖലയായിരുന്നില്ലേ?
2 മാസം കൊണ്ട് ഞാൻ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ കൊട്ടേഷൻ തന്നെ, അദ്ദേഹത്തിൻ്റെ ഉദ്ധരണി തന്നെ എടുക്കുകയാണ്. എരണം കെട്ടവർ ഭരിച്ചാൽ ആരോഗ്യവും മോശമാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ മുന്നിൽ ജില്ലാ ആശുപത്രിയുണ്ട്. ജില്ലാ ആശുപത്രി ഈ ജില്ലയിലെ ഏറ്റവും മികച്ച ആരോഗ്യ പരിരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നത് 2 മാസം കൊണ്ട് നശിപ്പിച്ചില്ലേ? നമ്മുടെ മെഡിക്കൽ കോളേജുകൾ രോഗികളുടെ മരണത്തിലേക്ക് നയിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന രത്തൻ ഖേൽക്കർ, അയാളാണ് ഇലക്ഷൻ നടത്തിയത്. അയാളുടെ ഇലക്ഷൻ കമ്മീഷനാണ് BJPയുടെ ചിഹ്നം ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവിൽ പുറത്തിറക്കിയ മഹാൻ. ആ രത്തൻ ഖേൽക്കറാണ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞാവാചകം ചൊല്ലി 2 ദിവസങ്ങൾക്കകം തൻ്റെ സെക്രട്ടറിയായി വരേണ്ടത് രത്തൻ ഖേൽക്കറാണ് എന്ന് സതീശൻ തീരുമാനിക്കുന്നത്. ഇങ്ങനെയുണ്ട്. ദേവസ്വം അഭിഭാഷകനായിട്ട് ആരെ നിയോഗിച്ചത്? ശബരിമല കൊള്ളയിൽ പങ്കുണ്ട് എന്ന് പറയപ്പെടുന്ന ആളെ ദേവസ്വം അഭിഭാഷകനായി നിയോഗിച്ചില്ലേ? ശക്തമായ പ്രതിഷേധം വന്നപ്പോൾ മാറ്റേണ്ടി വന്നു. ദേവസ്വം മന്ത്രി പറഞ്ഞ എന്നോടല്ല, മുഖ്യമന്ത്രിയോട് ചോദിക്കണം എന്നാണ്. 2 മാസം കൊണ്ട് എന്താണ് ഈ ഭരണം എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഒരു നാടൻ പ്രയോഗമുണ്ട്, അരിവെന്തോ എന്നറിയാൻ എല്ലാ അരിയും പരിശോധിക്കേണ്ട കാര്യമില്ല, ഒരു വറ്റെടുത്ത് നോക്കിയാൽ മതി. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾക്ക് ദീർഘമായി പോകുന്നില്ല. അപ്പോൾ നമുക്ക് ജനങ്ങളിൽ വിശ്വാസമുണ്ട്. അതിശക്തമായ ഈ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരായിട്ട് ഇന്നത്തെ സംസ്ഥാന ഭരണകക്ഷി കോൺഗ്രസ് പ്രതികരിച്ചില്ലെങ്കിലും ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ നമുക്കൊപ്പം ഉണ്ടാകും. ED എന്ന ഏജൻസി അവർ കള്ളപ്പണത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണല്ലോ അവകാശപ്പെടുന്നത്. ഞാൻ നമ്മുടെ ജില്ലയിലെ 2 സംഭവം പറയാം. കൊടകര കുഴൽപ്പണ കേസ്, കോടിക്കണക്കിന് രൂപ കുഴൽപ്പണം ഇറക്കിയ കേസാണ്. ആ കേസ് ED അന്വേഷിക്കണം എന്ന് കേരളം ആവശ്യപ്പെട്ടു. ED അന്വേഷണം നടത്തി, കുറ്റപത്രം കൊടുത്തു. എന്താ കുറ്റപത്രം? അതിലൊരു കുഴപ്പമില്ലെന്നാണ്. BJPയുടെ ജില്ലാ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ശ്രീ തിരൂർ സതീഷ് ഈ നാട്ടിലെ മാധ്യമങ്ങളോട് പറഞ്ഞു, ചാക്കുകെട്ടുകളിൽ നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. സത്യസന്ധമായ ഏജൻസി ആയിരുന്നെങ്കിൽ ആ വെളിപ്പെടുത്തൽ നടത്തിയ മനുഷ്യനെയെങ്കിലും വിളിച്ച് മൊഴിയെടുക്കണ്ടേ? ആ മൊഴി പോലും എടുക്കാതെയാണ് BJPക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയത്. സത്യമേവ ജയതേ ഉദ്ഘോഷിക്കുന്ന മാധ്യമങ്ങൾ എവിടെ പോയി? മിണ്ടിയോ? ഒരക്ഷരം മിണ്ടിയില്ല. ഇതാണ് കൊടുങ്ങല്ലൂരിലെ കള്ളനോട്ട് കേസ്. കള്ളനോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, കണ്ടാൽ നല്ല ഒറിജിനൽ നോട്ട് പോലെ തോന്നിപ്പിക്കുന്ന നോട്ട്. കേരള പോലീസാണ് പിടിച്ചത്. യന്ത്രം പിടിച്ചു, നോട്ട് പിടിച്ചു. നോക്കുമ്പോൾ അവർക്ക് ബാംഗ്ലൂരുമായിട്ട് ബന്ധമുണ്ട്. കേരള ഗവൺമെൻറ്റും പോലീസും പറഞ്ഞു ഈ കേസ് ED അന്വേഷിക്കണം. ED അനങ്ങിയോ? അനങ്ങിയില്ല. എന്താ കാരണം? ആ കേസിൽ പിടിയിലായ 2 പ്രതികളും ജില്ലാ BJP നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളുകളാണ്. ഇളകിയില്ല പോലീസ്. ED അന്വേഷണം നടത്തിയില്ല. കള്ളനോട്ടും കള്ളപ്പണവും അന്വേഷിക്കാൻ നിയുക്തമായ ഏജൻസി ED കള്ളക്കേസുകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നു. പക്ഷേ നമ്മുടെ രാജ്യത്തെ നീതിന്യായ സ്ഥാപനങ്ങളിലെ വിശ്വാസം നമുക്ക് പൂർണ്ണമായും നഷ്ടമായിട്ടില്ല. ED ഇതുവരെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് 8500ഓളം കേസുകളാണ് ED ആകെ രജിസ്റ്റർ ചെയ്തത് ഇത്രയും കാലമായിട്ട്. ആ കേസുകളിൽ ആകെ ശിക്ഷിക്കപ്പെട്ടത് വെറും 126 കേസുകൾ. 8500 കേസുകളിൽ 126 എന്ന് പറഞ്ഞാൽ 1% താഴെ കേസുകൾ മാത്രമേ ശിക്ഷിക്കപ്പെട്ടുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ആ കേസുകൾ രാഷ്ട്രീയ പ്രേരിതമായിട്ടെടുത്ത കേസുകളാണ്. എന്തിനാ ഈ കേസ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്?
പ്രതിപക്ഷത്തുള്ള നേതാക്കളെ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. മടിയിൽ കനമുള്ള നേതാക്കൾ പേടിച്ച് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് BJPയുടെ അടുത്ത് പോകും. അജിത് പവാർ അങ്ങനെ പോയ ആളാണ്. അജിത് പവാറിനെതിരായിട്ട് വലിയ ആരോപണം ഉണ്ടായിരുന്നത്. ED നോട്ടീസ് അയച്ചു, വിളിപ്പിച്ചു. പക്ഷെ അദ്ദേഹം BJPയിൽ ചേർന്നതോടുകൂടി ED കേസ് സ്വാഹ, ഇല്ലാതാക്കപ്പെട്ടില്ലേ? ആരാണ് വെസ്റ്റ് ബംഗാൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി? ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നേരത്തെ തൃണമൂൽ കോൺഗ്രസിലുള്ളപ്പോൾ കൈക്കൂലി വാങ്ങുന്നത് പിടിച്ച് അത് ടെലിവിഷൻ ചാനൽ പരസ്യമായി സംപ്രേഷണം ചെയ്ത ക്ലിപ്പിംഗ് അവതരിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോഡി നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലാണ്, ഇതാണോ BJP എതിർക്കുന്ന പാർട്ടി? തൃണമൂൽ കോൺഗ്രസിൻ്റെ ഈ കള്ള നേതാവിനെ എങ്ങനെ നിങ്ങൾ വിശ്വസിക്കും? അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ CBIയും അതുപോലെയുള്ള ഏജൻസികളും ഒക്കെ മുന്നോട്ട് വന്നപ്പോൾ സുവേന്ദു അധികാരി എന്ന അദ്ദേഹം മെല്ലെ RSS നേതാക്കളുടെയും BJP നേതാക്കളുടെയും കാൽക്കൽ വീണു. അദ്ദേഹം BJPയിൽ ചേർന്നു. ഇപ്പോൾ പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയാണ്. ധാർമ്മിക രാഷ്ട്രീയത്തെക്കുറിച്ച് അതാണല്ലോ ഒരു കാലത്തെ BJPയുടെ ഏറ്റവും വലിയ അവകാശവാദം. വേറിട്ട പാർട്ടി, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വേറിട്ട പാർട്ടി, വേറിട്ട മൂല്യങ്ങളുടെ പാർട്ടി എന്നവകാശപ്പെട്ടിരുന്ന ഭാരതീയ ജനതാ പാർട്ടി, വാജ്പേയിയുടെ പാർട്ടി. വാജ്പേയിക്ക് അല്പം നീതിബോധം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം BJPക്കാരനാണെങ്കിലും ഇവിടെ ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയും നേതാക്കളും EDയെയും CBIയെയും കാണിച്ച് പലരെയും കൂറുമാറ്റുന്നു. പല പാർട്ടികളെയും ഭീഷണിപ്പെടുത്തി തങ്ങളുടെ ചേരിയിലേക്ക് കൊണ്ടുവരുന്നു. അതാണിപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ED എന്ന അന്വേഷണ ഏജൻസി CPIMനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു. നോക്കൂ, നമ്മുടെ പാർട്ടിയുടെ അംഗവും ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരുമായ പ്രബീർ പുരസ്കായത, അദ്ദേഹം അടിയന്തരാവസ്ഥക്കാലത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധി തടവറയിലിട്ട ആളാണ്, ബുദ്ധിജീവിയാണ്. JNUവിൽ അദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത് അതേ പ്രബീറിനെ ED ഒരു കള്ളക്കേസ് ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. കോടതി അതേക്കുറിച്ച് വിധി പറഞ്ഞിരിക്കുന്നു. പ്രബീറിനെ ഏത് കുറ്റകൃത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തത്? ആ കേസ് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. കള്ളക്കേസുകൾ നിരന്തരം ഉണ്ടാക്കി പ്രതിപക്ഷ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ ഘട്ടത്തിൽ CPIMനെതിരായി കരുവന്നൂർ കേസ് എന്ന ഓലപ്പാമ്പ് കാണിച്ച് ഭയപ്പെടുത്താൻ വിചാരിച്ചാൽ അതിനു മുന്നിൽ കീഴടങ്ങില്ല എന്ന ജനാധിപത്യ പ്രഖ്യാപനമാണ് നാം ഈ പ്രചരണത്തിലൂടെ നാടെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കേണ്ടതുണ്ട്. ആ ജനാധിപത്യ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് കള്ളക്കേസുകൾക്കെതിരായി, ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരായി എല്ലാവരും സംഘം ചേരേണ്ടതുണ്ട്. ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ നാട്ടിലെ ഒരു ചർച്ച? പ്രധാനപ്പെട്ട ഈ വിഷയങ്ങൾ ചർച്ചയാക്കേണ്ട പാർട്ടികളിൽ ചിലത് കാര്യങ്ങൾ വഴിതിരിച്ചു വിടാനല്ലേ ശ്രമിക്കുന്നത്. കോൺഗ്രസിൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞു. ചില പാർട്ടികൾ തെറ്റായ ഊന്നലുകൾ നടത്തുന്നു. ഉപനേതാവ് കിട്ടാത്തതാണ് ചിലർക്ക് വലിയ പ്രശ്നം. ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കണമോ വേണ്ടയോ എന്ന മൗലികമായ പ്രശ്നത്തെക്കുറിച്ച് വലിയ സംവാദം നടക്കേണ്ട ഈ ഘട്ടത്തിൽ കേരളത്തിലെ വലതു മാധ്യമങ്ങളുടെ കയ്യടി നേടാൻ ചിലർ അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോകുന്നു. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. മുസ്ലിം ലീഗ് മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന പാർട്ടിയല്ലേ? എന്താണ് മിനിഞ്ഞാന്ന് കേരള ഹൈക്കോടതിയിലുണ്ടായ കാര്യം? ഹൈക്കോടതിയിൽ ഷോൺ ജോർജ് എന്ന് പറയുന്ന PC ജോർജ് എന്ന
ആളുടെ മകൻ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒരു കേസ് കൊടുത്തു. ആ കേസ് എന്താ വെച്ചാൽ വഖഫ് ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യ ഗവൺമെൻറ് നിയമനിർമ്മാണം വഴി രൂപീകരിച്ച സംവിധാനമാണ് വഖഫ് ബോർഡ്. വഖഫ് സ്വത്തുക്കളെക്കുറിച്ചൊക്കെ ഒരുപാട് തെറ്റായ പ്രചാരവേല നടന്നിട്ടുള്ളൊരു നാടാണ് നമ്മുടേത്. പക്ഷെ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവരുടെ പള്ളികൾ, മദ്രസകൾ ഇതിനു വേണ്ടി ഉണ്ടാക്കുന്ന സ്വത്തുക്കളെല്ലാം ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം. എന്ന് വെച്ചാൽ അവരുടെ സ്ഥാപനങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കണം എന്നതാണ് ആ നിയമത്തിൻ്റെ കാതൽ. അതാണ് 95-ലെ ഇന്ത്യൻ വഖഫ് നിയമം. ആ വഖഫ് നിയമം ഏകപക്ഷീയമായി BJP ഒളിച്ചെഴുതി. അത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനമാണ്. പാർലമെൻറ്റിലെ ഭൂരിപക്ഷം ദുരുപയോഗിച്ച് വഖഫ് ബോർഡിൻ്റെ ഘടന മാറ്റി വഖഫ് ബോർഡിൽ 2 മുസ്ലിങ്ങളല്ലാത്ത അംഗങ്ങൾ കൂടി ഉണ്ടാകണം എന്നതാണ് വ്യവസ്ഥ, അവർ കൊണ്ടുവന്നിട്ടുള്ള വ്യവസ്ഥ. അതിനെ പാർലമെൻറ്റിൽ നമ്മൾ ചോദ്യം ചെയ്തു. കാരണം ഇപ്പോൾ ദേവസ്വം ബോർഡുകളുണ്ട്. ദേവസ്വം ബോർഡിൽ അത്തരമൊരു മാറ്റം കൊണ്ടുവരാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാനും നമ്മുടെ പാർട്ടിയും. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമ ഭേദഗതി കേരളത്തിൽ LDF നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞാണ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത്. കേസ് പരിഗണക്കെടുത്തപ്പോൾ ചീഫ് ജസ്റ്റിസ് കോടതിയിൽ ഹാജരായിരുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് ജനറലിനോട് ചോദിച്ചു. ആ അഡ്വക്കേറ്റ് ജനറൽ BJP കോൺഗ്രസ് ഡീലിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഹർജിക്കാരൻ്റെ അഭിപ്രായത്തോടു കൂടി ഞങ്ങൾ യോജിക്കുന്നു. മുസ്ലിം ലീഗ് എവിടെ പോയി? മുസ്ലിം ലീഗിന് പിന്തുണ നൽകുന്ന സാമുദായിക സംഘടനകൾ പലതുണ്ടല്ലോ. ഇടതുപക്ഷത്തിനെതിരായി, CPIഎമ്മിനെതിരായി ഒരുപാട് കള്ള പ്രചാരവേലകൾ നടത്തി. ഇവിടെ മർമർ ക്യാമ്പയിൻ നടത്തി. CPIഎമ്മിനും ഇടതുപക്ഷത്തിനും എതിരായി പ്രവർത്തിച്ച മുസ്ലിം സാമുദായിക പ്രസ്ഥാനങ്ങൾ, ലീഗിനെ പിന്താങ്ങുന്ന സാമുദായിക പ്രസ്ഥാനങ്ങൾ സതീശൻ ഗവൺമെൻറ്റിൻ്റെ ഈ നയത്തെക്കുറിച്ച് അഭിപ്രായം പറയണ്ടേ? മുസ്ലിം ലീഗ് അഭിപ്രായം പറയണ്ടേ? ഒരഭിപ്രായമില്ല. PMA സലാം എന്ന ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പറയുന്നത് അതിൽ വലിയ കുഴപ്പമില്ല എന്നാണ്. വഖഫ് നിയമ ഭേദഗതി ഇന്ത്യൻ പാർലമെൻറ്റിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവിടെ മിണ്ടിയില്ല, ഒരക്ഷരം മിണ്ടിയില്ല. ഇവിടെ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ആ മാറ്റത്തിൻ്റെ കൂടെ നിൽക്കുന്നു. രാഹുൽ ഗാന്ധിയെക്കുറിച്ചും പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചും പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അത് വയനാടിനെ കുറിച്ചാണ്. വയനാട്ടെ മനുഷ്യർ ഒരുപാട് ദുരന്തങ്ങളും നേരിട്ടവരാണ്. കഴിഞ്ഞ LDF ഗവൺമെൻറ് ആ ദുരന്തമുണ്ടായപ്പോൾ ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും ഫലപ്രദമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയ ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്. അവിടെ ദുരിതബാധിതർക്കായി വീട് നഷ്ടപ്പെട്ട, ഗൃഹനാഥന്മാർ നഷ്ടപ്പെട്ട മനുഷ്യർക്കായി മനോഹരമായൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കി 100 കണക്കിന് മനുഷ്യർക്ക് വീടുണ്ടാക്കി കൊടുത്തു. പക്ഷെ വയനാട്ടുകാർ അതിലെ ഭൂരിപക്ഷം LDFനെതിരായിട്ട് വോട്ട് ചെയ്തു. അവർ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെയാണ് ജയിപ്പിച്ചത്. ഇപ്പോൾ ഏതാനും ദിവസം മുമ്പ് വയനാട്ടിൽ കനത്ത മഴയെ തുടർന്ന് അവിടെ വലിയ മണ്ണൊലിപ്പുണ്ടായി, നിരവധി ആളുകൾ മരിച്ചു. പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവും CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷും ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം അവിടേക്ക് പോയി. അവിടെ കാണാതിരുന്ന 2 പേര്, ഒന്ന് രാഹുൽ ഗാന്ധിയും മറ്റൊന്ന് ഇപ്പോഴത്തെ അവിടുത്തെ MP-യുമായ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുമാണ്. എവിടെയാണിവർ? ഏതെങ്കിലും മാധ്യമങ്ങളിൽ അന്ത് ചർച്ചയുണ്ടോ? ഏതെങ്കിലും ടെലിവിഷൻ ചാനൽ ഇതേക്കുറിച്ച് ചർച്ച നടത്തുന്നുണ്ടോ?
അതെല്ലാം നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ പ്രധാനപ്പെട്ടതാണ്. ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതിരിക്കുകയും ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പ്രസംഗത്തിൽ പ്രസ്താവനയിൽ എന്തെങ്കിലും വള്ളിപുള്ളി വ്യത്യാസമുണ്ടോ, അതാണ് വലിയ ചർച്ച. EP ജയരാജൻ അങ്ങനെ പറഞ്ഞു, മറ്റേയാൾ ഇങ്ങനെ പറഞ്ഞു. അവരുടെ പ്രസ്താവനകളിലെ ഒരു വള്ളി തെറ്റിയാൽ അത് ദിവസങ്ങളോളം അന്തിച്ചർച്ചയ്ക്ക് വഴിയൊരുക്കുമ്പോൾ നമ്മുടെ നാട് നേരിടുന്ന മൗലികമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു സംവാദവും ഒരു ചർച്ചയും ഈ മാധ്യമങ്ങൾ നടത്തുന്നില്ല. അത് വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് CPIM ഈ പ്രക്ഷോഭത്തിലൂടെ, ഈ പ്രചാരണ പരിപാടിയിലൂടെ നമ്മളെ പ്രതിയാക്കിയതിൽ പ്രതിഷേധിക്കുക എന്ന കേവലമായ കാര്യം മാത്രമല്ല നിർവഹിക്കുന്നത്. ഇത് ഈ നാട്ടിലെ ജനാധിപത്യ വ്യവസ്ഥക്കെതിരായിട്ടുള്ള അർദ്ധഫാസിസ്റ്റ് വാഴ്ചയുടെ കുളമ്പടി ശബ്ദം ഇവിടെ കേൾക്കുന്നു എന്ന് ശ്രീ LK അദ്വാനി ഏതാണ്ട് 12 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്കുകൾ ഇവിടെ പ്രായോഗികമാവുന്നു, പ്രാവർത്തികമാകുന്നു എന്ന് നാം മനസ്സിലാക്കണം. ആ വെല്ലുവിളിയെ ക്ഷമാപൂർവം നേരിടുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. നാം ഇപ്പോൾ നടത്തുന്ന ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ പോലും വാർത്തകളാവില്ല. ദേശാഭിമാനിയോ അതുപോലെയുള്ള ഏതെങ്കിലും 1 or 2 മാധ്യമങ്ങൾ കൊടുത്താലായി. അതല്ലാതെ പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള, ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ സമരങ്ങൾക്ക് വലിയ പിന്തുണയൊന്നും മാധ്യമങ്ങളിൽ നിന്ന് നാം പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ നമ്മൾ ഓർക്കണം, കാലം ഇതെല്ലാം കാണുന്നുണ്ട്, ചരിത്രം ഇതെല്ലാം രേഖപ്പെടുത്തും. ഈ കെട്ടകാലത്ത്, ജനാധിപത്യത്തിന് കൂച്ചുവിലങ്ങിടുന്ന ഈ കെട്ടകാലത്ത് പ്രതികരിക്കാൻ ആരുണ്ടായി? അവിടെ നിറഞ്ഞു നിന്ന് ഫിഡൽ കാസ്ട്രോ ഉജ്ജ്വലമായി പ്രഖ്യാപിച്ചതുപോലെ ചരിത്രം നമ്മളെ കുറ്റക്കാരിൽ നിന്ന് വിധിക്കും. അതുകൊണ്ട് ഈ പോരാട്ടം നമുക്ക് തുടരേണ്ടതുണ്ട്. ഈ പോരാട്ടത്തിൽ സധീരം അണിനിരക്കാൻ മുഴുവൻ ജനങ്ങളോടും തൊഴിലാളികളോടും വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് ഒറ്റപ്പെട്ടൊരു പോരാട്ടമല്ല. നാം വളരെ വിപുലമായ ഒരു ക്യാമ്പയിൻ ഇതിനെതിരായിട്ട് സംഘടിപ്പിക്കുകയാണ്. ഈ മാസം 20-ാം തീയതി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്തുകൊണ്ട് 10,000-ങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു വലിയ പ്രതിഷേധം EMS സ്ക്വയറിൽ നാം സംഘടിപ്പിക്കുന്നുണ്ട്. ആ പരിപാടിയിൽ നിങ്ങളുടെ എല്ലാം പങ്കാളിത്തം ഉണ്ടാകണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട്, പ്രതികൂലമായ കാലാവസ്ഥയിലും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ സഖാക്കളെയും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ലാൽ സലാം.